ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2023 ഒരു സ്പെഷ്യൽ കാറ്റഗറി എക്സാം ഉണ്ടായിരുന്നു. സീനിയർ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി. സിലബസ് സെയിം തന്നെയാണ്. സീനിയർ ഇൻസ്പെക്ടർ ആയാലും ഇൻസ്പെക്ടർ ആയിരുന്നാലും സിലബസ് ഇസ് ദ സെയിം. അത് സ്പെഷ്യൽ കാറ്റഗറി എക്സാം ആയിരുന്നു അത് നടത്തിയിരുന്നത്. അപ്പം ആ പരീക്ഷയുടെ ചോദ്യ പേപ്പർ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലെസൺസ് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒന്ന് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തുമാത്രം ആഴത്തിൽ ഓരോ ടോപ്പിക്സിൽ പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എന്ത് തന്നെ പഠിച്ചിരുന്നാലും അവസാനം അതൊരു ചോദ്യമായി നമ്മുടെ മുന്നിൽ വരാനുള്ള സാധ്യത വരാനുള്ള സാധ്യത ഉണ്ടെന്നും അത് എങ്ങനെയൊക്കെ ചോദ്യങ്ങളായി മാറാം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഇത് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയേണ്ടത് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വരും എന്നാണ് സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ആദ്യ ചോദ്യം ഇതാണ്: The smallest change in measured variable to which an instrument will respond is called. Sensitivity ആണോ, റിപ്പീറ്റബിലിറ്റി ആണോ, പ്രിസിഷൻ ആണോ, റെസല്യൂഷൻ ആണോ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ഉപകരണം പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന വേരിയബിൾ, അതിന്റെ ഏറ്റവും ചെറിയ മാറ്റത്തെ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഇവിടെ. അപ്പോ ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇസ് ഹൗ മച്ച് ദ ഔട്ട്പുട്ട് ചേഞ്ചസ് പെർ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. അപ്പോൾ ആ ഒരു ഇൻപുട്ടിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് എന്തുമാത്രം ഔട്ട്പുട്ട് ചേഞ്ച് ആകും എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി. അപ്പൊ സെൻസിറ്റിവിറ്റി നമ്മുടെ ഇതിന്റെ ഉത്തരമാണോ ഇവിടെ? ഇനി ലുക്ക് അറ്റ് റിപ്പീറ്റബിലിറ്റി. എന്താണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്? അത് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഒരു എബിലിറ്റിയെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. അതായത് ടു ഗിവ് ദ സെയിം റീഡിംഗ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് റിപ്പീറ്റഡ്ലി. റിപ്പീറ്റഡ്ലി നമ്മൾ ആ ഒരു സെയിം റീഡിംഗ് ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് തരും സെയിം കണ്ടീഷൻസിൽ. അതാണ് റിപ്പീറ്റബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പ്രിസിഷൻ എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ക്ലോസ്ലി റിപ്പീറ്റഡ് മെഷർമെന്റ്സ് എഗ്രി വിത്ത് ഈച്ച് അതർ. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു മെഷർമെന്റ്സ് എടുക്കുമ്പോൾ അത് എത്രത്തോളം സാമ്യമുള്ള ഔട്ട്പുട്ട് ആണ് അതിനകത്ത് കാണിക്കുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ക്ലോസ്ലി റിപ്പീറ്റഡ് മെഷർമെന്റ്സ് എഗ്രി വിത്ത് ഈച്ച് അതർ. അതാണ് പ്രിസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തത് നമുക്ക് റെസല്യൂഷൻ നോക്കാനുണ്ട് അപ്പൊ റെസല്യൂഷൻ ആണ് ഈ ഒരു സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ മെഷേർഡ് വേരിയബിൾ ദാറ്റ് ആൻ ഇൻസ്ട്രുമെന്റ് ക്യാൻ ഡിറ്റക്ട്. ഒരു ഇൻസ്ട്രുമെന്റിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ചേഞ്ച് ഇൻ മെഷേർഡ് വേരിയബിൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് എ ഡിജിറ്റൽ സ്കെയിൽ. ഒരു ഡിജിറ്റൽ സ്കെയിൽ നമ്മൾ എടുക്കാം. അതെടുത്തിട്ട് ഇറ്റ് വെയ്സ് അപ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്ന് വിചാരിക്കുക. 2 ഡെസിമൽ പ്ലേസസ് വരെ അതിന്റെ ആ ഒരു മെഷർമെന്റ് അവിടെ വരുന്നു. അപ്പോ അതിന്റെ സ്മോളസ്റ്റ് ഡിഫറൻസ് എന്താണ് അതിന് കാണിക്കാനായിട്ട് കഴിയുന്നത്? 0.01. ഇപ്പൊ കിലോഗ്രാംസിലാണെങ്കിൽ 0.01 കിലോഗ്രാം ആണ് അതിന്റെ ആ ഒരു സ്മോളസ്റ്റ് ഡിഫറൻസ് അവിടെ കാണിക്കാവുന്നത്. സോ ഇതാണ് അതിന്റെ ആ ഒരു റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, റെസല്യൂഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. സോ റെസല്യൂഷൻ ഇസ് ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ മെഷേർഡ് വേരിയബിൾ ടു വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് വിൽ റെസ്പോണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ നോൺ കോഇൻസിഡൻസ് ഓഫ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കർവ്സ് ഇസ് നോൺ ആസ്. അപ്പോ ഈ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കർവ്സിന്റെ നോൺ കോയിൻസിഡൻസ് എന്ന് പറയുന്നതിനെ എന്തെന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻസ് ഇവിടെ ഡ്രിഫ്റ്റ് ഉണ്ട്, ബാക്ക്ലാഷ് ഉണ്ട്, ഹിസ്റ്ററൈസിസ് ഉണ്ട് ആൻഡ് ഫിഡിലിറ്റി. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നോക്ക്, ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചോദിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോ ടേംസിന്റെ ഡെഫിനിഷൻസ് ആണ് ഇതിനകത്ത് ചോദ്യങ്ങളായിട്ട് വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കോൺസെപ്റ്റും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക. സോ ഈ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്? ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് അത് സ്ലോ ചേഞ്ചസ് ഇൻ ഇൻസ്ട്രുമെന്റ് റീഡിങ്സ്. ഓക്കെ, അപ്പൊ ഓവർ ടൈം അതിനകത്ത് കാണിക്കുന്ന സ്ലോ ചേഞ്ചസിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഓപ്ഷൻ ബാക്ക്ലാഷ് എന്ന് പറയുമ്പോഴോ, വാട്ട് ഇസ് ബാക്ക്ലാഷ്? ബാക്ക്ലാഷ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ടേം തന്നെയാണ്. യൂഷ്വലി എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? അത് ഗിയർ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ബാക്ക്ലാഷ് എന്ന് പറയുന്ന ആ ഒരു ടേം. ഓക്കെ, ഗിയർ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹിസ്റ്ററേസിസ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ നമുക്ക് ഇവിടെ വേണ്ടത്. സോ ഹിസ്റ്ററേസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഹാപ്പൻസ് വെൻ ദ ഔട്ട്പുട്ട് ഓഫ് എ സിസ്റ്റം ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ഇറ്റ്സ് കറന്റ് ഇൻപുട്ട്, പക്ഷേ അതിന്റെ ഹിസ്റ്ററിയിലും കൂടെ അത് റെഫർ ചെയ്യും എന്നുള്ളതാണ്. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഹിസ്റ്ററി. അതാണ് ഹിസ്റ്ററേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്ട്രുമെന്റേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റീഡിംഗ് ഡ്യൂറിംഗ് ഇൻക്രീസിംഗ് ഇൻപുട്ട് ഡിഫേഴ്സ് ഫ്രം ദ റീഡിംഗ് ഡ്യൂറിംഗ് ഡിക്രീസിംഗ് ഇൻപുട്ട് അറ്റ് ദ സെയിം വാല്യൂ. ആ സെയിം വാല്യൂല് നമുക്ക് കിട്ടുന്ന ആ ഒരു റീഡിംഗ് ഉണ്ടല്ലോ ഡ്യൂറിംഗ് ഇൻക്രീസിംഗ് ദ ഇൻപുട്ട്, അത് ഡിഫർ ചെയ്യും ഫ്രം ദ റീഡിംഗ് ഡ്യൂറിംഗ് ഡിക്രീസിംഗ് ഇൻപുട്ട്. അപ്പോഴാണ് എന്താ, അല്ലെങ്കിൽ അതാണ് ഈ ഹിസ്റ്ററേസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഫിഡിലിറ്റി. എന്താണ് ഫിഡിലിറ്റി? ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ആക്യുറേറ്റ്ലി ആൻ ഇൻസ്ട്രുമെന്റ് റീപ്രൊഡ്യൂസസ് ദ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ആ ഇൻപുട്ട് സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ആക്യുറസിക്കാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഹിസ്റ്ററേസിസ് ആണ് ഇതിന്റെ ആൻസർ. ലെറ്റ് us look at question number 3. Creep error occurs in. Creep error എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? എനർജി മീറ്ററിലാണോ, വാട്ട് മീറ്ററിലാണോ, അതോ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിലാണോ, അതോ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിലാണോ ഇത് സംഭവിക്കുന്നത്? അപ്പോ ക്രീപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ക്രീപ്പ് ഇൻ എനർജി മീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനർജി മീറ്റേഴ്സിൽ ക്രീപ്പ് എന്ന് പറയുന്നത്, എനർജി മീറ്റർ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ ഇവിടെ. അപ്പം എനർജി മീറ്ററിൽ ക്രീപ്പ് എന്ന് പറയുന്നത് ഇസ് എ സ്ലോ റൊട്ടേഷൻ ഓഫ് ദ ഡിസ്ക്. ആൻഡ് ഈ ഒരു സ്ലോ റൊട്ടേഷൻ ഈവൻ വെൻ ദർ ഇസ് നോ ലോഡ് ഇല്ലെങ്കിലും ഒരു സ്ലോ റൊട്ടേഷൻ നടക്കുന്നതിനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ലോ റൊട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയേണ്ടത്, നോ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഇസ് ബിക്കോസ് ഓഫ് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്സ്, അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് വരുന്ന സമയത്തും ഇത് സംഭവിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എഗെയിൻ എനർജി മീറ്റർ ആണിത്. അപ്പൊ ഈ ക്രീപ്പ് എന്ന് പറയുന്നത് എഗെയിൻ അത് ഒരു ഫ്ലോ ആണ് ഇൻ ദ ഡിസൈൻ. ആൻഡ് പലപ്പോഴും ദിസ് ഇസ് കറക്റ്റഡ് യൂസിങ് ഒരു ഷെയ്ഡിംഗ് ബാൻഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കോമ്പൻസേറ്റിംഗ് മാഗ്നറ്റ് യൂസ് ചെയ്ത് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് വാട്ട് മീറ്റേഴ്സ്, അതേപോലെ മൂവിംഗ് കോയിൽ, അയൺ കോയിൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ദേ ഡു നോട്ട് എക്സിബിറ്റ് ഈ ഒരു ക്രീപ്പ് ബിഹേവിയർ, അവർക്ക് അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ് us see. അപ്പൊ എനർജി മീറ്റർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതൊരു ഫ്ലോ ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്, ഓർത്ത് വെച്ചോളുക. ഇവിടെയും ഒരു ടേം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് വന്നേക്കുന്നത്, അല്ലെ? സോ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പൊ ഓൾറെഡി 3 മാർക്കുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞ് ഈ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഈ ടേംസിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമെങ്കിൽ. Now let's look at question number 4. Number 4 ഇതാണ്. ഓക്കെ, സോ ഇത് ഒരു ഫീച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. The scale of moving iron instruments are. അപ്പൊ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്കെയിൽ അത് യൂണിഫോം ആണോ, നോൺ യൂണിഫോം ആണോ, അതിന് ലോഗരിതമിക് ആണോ, അതോ ഇസ് ഇറ്റ് നൺ ഓഫ് ദി അബവ്? എന്താണ് ഇതിന്റെ ആൻസർ? അപ്പോ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സ്കെയിലാണ്. അപ്പോൾ നോൺ ലീനിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ യൂണിഫോം എന്നുള്ളത് തന്നെയാണ്. സോ ഓപ്ഷൻ ബി, നോൺ യൂണിഫോം ഇസ് ദി ആൻസർ ഹിയർ. പ്രത്യേകിച്ചും എന്താ പറയേണ്ടത്, അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദ റേഞ്ച്, ആ റേഞ്ചിന്റെ ഏറ്റവും താഴ്ത്ത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബിഗിനിങ് റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഈ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആൻഡ് ദ കറന്റ്. അപ്പോൾ ഇറ്റ് ബിക്കംസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറന്റ്. ആ ഒരു സ്ക്വയർ ഓഫ് ദ കറന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് അത് മാറുന്നു. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ യൂണിഫോം എന്നാണ്. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം ഇതാണ്. മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദിയർ.
അപ്പം മൂവിംഗ് കോയിൽ ഇത് വീണ്ടും അതിന്റെ ഫീച്ചർ റിലേറ്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പോൾ മൂവിംഗ് കോയിലിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, മൂവിംഗ് അയേണിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് സാധിക്കുക. അപ്പൊ അതിനെ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണോ, പോയിന്റർ ഉപയോഗിച്ചിട്ടാണോ, ടെർമിനൽ കണക്ഷൻസ് ഉപയോഗിച്ചാണോ, ഷേപ്പ് ഉപയോഗിച്ചിട്ടാണോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ രണ്ട് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിന്റെയും ആ ഒരു ഫീച്ചേഴ്സ് നമ്മൾ ക്വിക്ക് ആയിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം എടുത്താൽ മെയിൻലി DC മെഷർമെന്റ്സിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. ആൻഡ് അതിന് യൂണിഫോം സ്കെയിൽസ് ആണ് അതിനുള്ളത്. അപ്പോൾ ഹൈ ആക്യുറസി ആണ് ആൻഡ് ഹൈ സെൻസിറ്റിവിറ്റിയുമാണ് ഈ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ്. അതേപോലെ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് AC-ക്കും ഉപയോഗിക്കാം, അത് DC-ക്കും ഉപയോഗിക്കാം. ആൻഡ് ദേ ഹാവ് നോൺ യൂണിഫോം സ്കെയിൽസ്. നോൺ യൂണിഫോം സ്കെയിൽസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ലോവർ എൻഡിൽ ഇറ്റ് ഇസ് കംപ്രസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ആക്യുറസി കുറയും, പക്ഷേ കുറെ കൂടെ റഗഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ A സ്കെയിൽ ആണ് നമ്മുടെ ആ ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ സ്കെയിൽ ഓഫ് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഇസ് യൂണിഫോം. ഓൺ ദി അതർ ഹാൻഡ് എന്താ പറയേണ്ടത്, ആ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിന് അത് നോൺ യൂണിഫോം ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ നോൺ ലീനിയർ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ലീനിയർ ആയതുകൊണ്ടാണ് ആ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഇത് ഒരു എന്താ പറയേണ്ടത്, പ്രൈമറി ആയിട്ടുള്ള ഒരു വിഷ്വൽ ആൻഡ് ഫങ്ഷണൽ ഡിഫറൻസും കൂടിയാണ് ബിറ്റ്വീൻ ദ ടു ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് എന്താ പറയേണ്ടത്, ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ റെലവെന്റ് ആണ് ഇതിന്റെ രണ്ടിന്റെയും ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുന്നതിന്. സോ സ്കെയിൽ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ A സ്കെയിൽ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇതിന്. Now let's move on to question number 6. 6 ഇതാണ്. For measuring very low resistance, which one of the following bridge is used? ഓക്കെ, ബ്രിഡ്ജസ് നമ്മുടെ സിലബസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ ലോട്ട് ടു സ്റ്റഡി അബൌട്ട് ദിസ് ആസ് വെൽ. അപ്പോ ആ ഒരു ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് ഏത് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നു? ഡു വി യൂസ് മാക്സ്വെൽസ് ബ്രിഡ്ജ്, ഹേസ് ബ്രിഡ്ജ്, കെൽവിൻ ബ്രിഡ്ജ് ഓർ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്? നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. കെൽവിൻ ബ്രിഡ്ജ് ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അപ്പൊ എന്താണ് കെൽവിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്? അത് സ്പെസിഫിക്കലി ഡിസൈൻഡ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ടു മെഷർ വെരി ലോ റെസിസ്റ്റൻസസ്. അപ്പോ ആ ഒരു ആക്യുറേറ്റ്ലി ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്നുള്ളത് അവിടെ ലീഡ് എലിമിനേറ്റ് ചെയ്യണം ആൻഡ് കോൺടാക്ട് റെസിസ്റ്റൻസസും എലിമിനേറ്റ് ചെയ്യുക. അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് കെൽവിൻ ബ്രിഡ്ജിനെ കൊണ്ട് നമുക്ക് എന്താ പറയേണ്ടത്, ആ ലോ റെസിസ്റ്റൻസസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തിനാണ്? അത് ഇറ്റ്സ് യൂസ്ഡ് ഫോർ മീഡിയം റെസിസ്റ്റൻസ്. ഒരു മീഡിയം റെസിസ്റ്റൻസ് ആണെങ്കിൽ ഗോ ഫോർ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ഇനി മാക്സ്വെൽ ഹേ ബ്രിഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻഡക്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനല്ല, ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാക്സ്വെൽ ആൻഡ് ഹേസ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. Now let's move on to question number 7. ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പം ഇൻഡക്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബ്രിഡ്ജ്? ഇൻഡക്റ്റൻസ് ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മൾ ഏകദേശം ഇത് ഒന്ന് ടച്ച് അപ്പോൺ ചെയ്ത് പോയി അല്ലെ. അപ്പം ഓപ്ഷൻ D ആണ്, മാക്സ്വെൽ ബ്രിഡ്ജ് ആണ് നമ്മൾ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ആൻഡ് ഈ ഒരു ഷെയറിംഗ് ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കപ്പാസിറ്റൻസും ഡൈഇലക്ട്രിക് ലോസും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. വെയിൻ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഓവൻ ബ്രിഡ്ജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എഗെയിൻ ആൻ അതർ ടൈപ്പ് യൂസ്ഡ് ഫോർ ഇൻഡക്റ്റൻസ്. പക്ഷേ അത് ലെസ് കോമൺ ആണ് അതിന്റെ ആ ഒരു ഉപയോഗം, അല്ലെങ്കിൽ ആ ഒരു മാക്സ്വെൽസ് ആണ് ശരിക്കും ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പേർപ്പസസിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്. കാരണം 2 പോസിബിൾ ആൻസേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പം എന്താ പറയേണ്ടത്, ഓവൻ ബ്രിഡ്ജും ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി അത് ലെസ് കോമൺ ആണെങ്കിലും ആൻസർ ഇത് രണ്ടും കൂടെ വരുന്നത്. അപ്പൊ ദാറ്റ് കുഡ് ബി ദ റീസൺ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതിന്റെ റീസൺ അതായിരിക്കാം. Now let's move on to question number 8. So how many cycles of 15 kilohertz a sinusoidal signal will appear on a CRO screen if the sweep frequency is 3 kilohertz?
അപ്പോ ഇതിന്റെ ആ ഒരു നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് സൈക്കിൾസിന്റെ ഫോർമുല എന്താണ്? സിഗ്നൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ സ്വീപ്പ് ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയേണ്ടത്? സിഗ്നൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 15 കിലോ ഹെർട്സ് ആണ് സിഗ്നൽ ഫ്രീക്വൻസി തന്നേക്കുന്നത്. സ്വീപ്പ് ഫ്രീക്വൻസി 3 ആണ് തന്നേക്കുന്നത് അല്ലെ. സോ യൂസ് ദിസ് ഫോർമുല. സിഗ്നൽ ഫ്രീക്വൻസി ബൈ സ്വീപ്പ് ഫ്രീക്വൻസി 15/3. അപ്പൊ 5 ആണ് നമുക്ക് ഇവിടെ വരേണ്ട ആൻസർ. ഓപ്ഷൻ ബി 5 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോ 5 cycles of the signal will appear on the screen. Right. ഇനി question number 9. In a dual beam oscilloscope, ഒരു ഡുവൽ ബീം ഓസിലോസ്കോപ്പിൽ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. Now there are 2 separate vertical inputs and 1 set of horizontal deflection plates. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? There is only 1 vertical input and 2 horizontal deflection plates. അപ്പോ ആ വേർഡിങ്സ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കോണം. ഈ ഓൺലി എന്നൊക്കെയുള്ള വേർഡുകൾ വരുമ്പോഴത്തേക്ക് അവർ വളരെ കൃത്യമായിട്ടൊരു കാര്യം അവിടെ പറയുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് നമുക്ക് എന്താ പറയേണ്ടത്, ഒരു ഡിസ്ട്രാക്ടറും കൂടിയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഇവിടെ വരുമ്പോഴത്തേക്ക്. ഇപ്പൊ ചെറിയ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും എന്താ പറയേണ്ടത്, നമ്മൾ ഒന്ന് ആശങ്കപ്പെടും, അതായിരിക്കുമോ അതിന്റെ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. Option C, there are 2 vertical inputs and 2 horizontal deflection plates. ഇവിടെ 2 separate vertical inputs എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ചും മറിച്ചും കളിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. There is 1 vertical and 1 horizontal input plate. അപ്പോ ഡുവൽ ബീം ഓസിലോസ്കോപ്പിന്റെ കാര്യമാണ് ഇവിടെ ഈ പറയുന്നത്. ഓക്കെ, അപ്പോ ഡുവൽ ബീം ഓസിലോസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ഡിസ്പ്ലേ 2 signals simultaneously. 2 സിഗ്നൽസ് സൈമിൾട്ടേനിയസ് ആയിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യാം. ആൻഡ് അത് 2 വെർട്ടിക്കൽ ചാനൽസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇറ്റ് ഷെയർസ് ദ സെയിം ഹൊറിസോണ്ടൽ സ്വീപ്പ്. അത് ടൈം ബേസ് ആണ്. ഓക്കെ, അപ്പോ ഇറ്റ് യൂസസ് 2 സെപ്പറേറ്റ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റംസ് ബട്ട് 1 ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം. അപ്പൊ ഏതാണ് നമ്മുടെ റൈറ്റ് ആൻസർ? ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സി ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നല്ലതുപോലെ പഠിക്കുക എന്നാണ് ഈ ഒരു 9 ചോദ്യങ്ങൾ നമ്മൾ നോക്കിയപ്പോഴും ഏകദേശം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ക്വസ്റ്റ്യൻ, ഒരു ചെറിയ ഒരു ഫോർമുല അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്ന്, ബട്ട് ദെൻ സ്റ്റിൽ നമുക്ക് കാണാം ഇറ്റ് വാസ് എ ബേസിക് ഫോർമുല ദാറ്റ് വി ഹാഡ് ടു അപ്ലൈ. അത് ഒരു എന്താ പറയേണ്ടത്, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ അത്ര ഭയങ്കരമായിട്ടുള്ള ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ബട്ട് സ്റ്റിൽ എന്താ പറയണ്ടേ, വി നീഡ് ടു ഗോ ത്രൂ ദ കോൺസെപ്റ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, let's look at question number 10. പത്താമത്തത് ഇതാണ്. 1000 hertz sinusoidal voltage is applied to both X and Y inputs of a CR. Which one of the following wave form will appear on its screen? Ellipse ആണോ, സർക്കിൾ ആണോ, സ്ട്രെയിറ്റ് ലൈൻ ആണോ, സ്ക്വയർ ആണോ? വെൽ, നമുക്ക് കിട്ടേണ്ട ആൻസർ ഇസ് ഓപ്ഷൻ സി, സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിനകത്ത് വരേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള സിഗ്നൽസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു എക്സ് ആൻഡ് വൈ ഇൻപുട്സിന്. അപ്പൊ ഐഡന്റിക്കൽ ആയിട്ടുള്ള സിഗ്നൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഫ്രീക്വൻസി വരുന്നു, സെയിം ഫേസ് വരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് CRO ഡിസ്പ്ലേസ് എ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് 45 ഡിഗ്രീസ്. 45 ഡിഗ്രീസിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അവിടെ വരും. അപ്പോ സർക്കിൾ, എലിപ്സ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും അത് അപ്പിയർ ചെയ്യുക? ഓൺലി ഇഫ് ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇവിടെ ഫേസ് ഡിഫറൻസ് വരുന്നില്ല, ഇറ്റ് ഇസ് ദ സെയിം ദാറ്റ് ഹസ് ബീൻ അപ്ലൈഡ്. ഓക്കെ, സോ സ്ട്രെയിറ്റ് ലൈൻ ഇസ് ദി ആൻസർ. സ്ട്രെയിറ്റ് ലൈൻ അറ്റ് 45 ഡിഗ്രീസ് ഇസ് എ മോർ ആക്യുറേറ്റ് ആൻസർ. നമ്പർ 11. From the options below, which of them is not a threat to information security? Okay, അപ്പോ ഇതൊരു നോട്ട് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ നോട്ട് എന്ന വാക്ക് ഒത്തിരി ഉപയോഗിക്കാറില്ല. PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസിൽ ഈ നോട്ട് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് നമ്മൾ വായിക്കുമ്പോൾ വി ഡോണ്ട് റീഡ് ആൽഫബറ്റ് ബൈ ആൽഫബറ്റ്.
അങ്ങനെയല്ല, അത് നമ്മൾ വായിച്ച് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് 3 വയസ്സ് 4 വയസ്സിൽ അങ്ങനെ ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ എടുത്ത് വെച്ചിട്ട് ഫ്രോം ദി ഓപ്ഷൻസ് അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഇതിനെ ഒരു ബ്ലോക്ക് ആയിട്ട് അങ്ങ് കാണും. പറയുമ്പോൾ ഓരോ വാക്കുകളായിട്ട് നമ്മൾ പറഞ്ഞു പോകും. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ട് അങ്ങ് കാണും. അപ്പൊ നമ്മൾ ഈ നോട്ട് എന്ന വേർഡ് കാണത്തില്ല. അത് കാണാതെ വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആകും. അല്ലെങ്കിൽ ആൻസർ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഒന്നിലധികം ഇതിന്റെ മാച്ച് ആണല്ലോ. ഇപ്പൊ നോട്ട് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ഇതിന്റെ ആൻസർ ആണ്, ബാക്കി 3ഉം നോട്ട് ഇല്ലെങ്കിൽ അതിന്റെ പ്രോസ്പെക്റ്റീവ് ആൻസേഴ്സ് തന്നെയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഒന്നിലധികം ചോയ്സ് ഇതിന്റെ ഒരു ആൻസർ ആയിട്ട് നമുക്ക് തോന്നിയാൽ ആ ചോദ്യം ഒരു നോട്ട് ക്വസ്റ്റ്യൻ ആണോ, നോട്ട് എനിക്ക് മിസ്സായതാണോ എന്ന് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരെയും ആ ചോദ്യം നമ്മൾ ഒന്നും കൂടെ വായിച്ചു നോക്കുകയും ചെയ്യണം. അപ്പൊ ചില ചോദ്യ പേപ്പറില് ചിലതില് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നോട്ട് എന്ന വേർഡ് ക്യാപിറ്റൽസിൽ അങ്ങിട്ടേക്കും. അത് നമുക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇടുന്നത്. ചിലതില് അത് ഇറ്റാലിക്സിൽ ഇടും, ചിലതില് അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പ്രിന്റ് ചെയ്ത് പോകും എന്നുള്ളതാണ്. മനസ്സിലായ? സോ അപ്പോ വിച്ച് ഓഫ് ദം ഇസ് നോട്ട് എ ത്രെറ്റ് ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി? ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്ക് ഒരു ത്രെറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഡിസാസ്റ്റർ or unchanged default password, information leakage, eavesdropping. അപ്പൊ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് അറിയുമ്പോഴാണ് എന്താ പറയണ്ടേ, ഇതിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. സോ വാട്ട് ഇസ് എ ഡിസാസ്റ്റർ? ഡിസാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് യെസ്, നിങ്ങളുടെ മൈൻഡിൽ വന്നത് കറക്റ്റ് തന്നെ. ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു മാൻ മെയ്ഡ് ഡിസാസ്റ്ററിനെയാണ് ഡിസാസ്റ്റർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫയർ ക്യാൻ ഹാപ്പൻ, ഫ്ലഡ് ക്യാൻ ഹാപ്പൻ അല്ലെ. അപ്പോ ടിപ്പിക്കലി ഇതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് അണ്ടർ അവൈലബിലിറ്റി റിസ്കിലാണ്. ആ ഒരു CIA ട്രയാഡ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് CIA? കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. ആ ഒരു ട്രയാഡില് ഇതിനെ അവൈലബിലിറ്റി റിസ്ക് എന്നാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയേണ്ടത്, ഇത് ഒരു ദുരുദ്ദേശത്തിൽ നിന്നല്ല ഇത് ശരിക്കും ഉണ്ടാകുന്നത്. മലീഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റന്റ് അവിടെ ഉണ്ടാകാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഡിസാസ്റ്റേഴ്സ് ആർ സ്റ്റിൽ കൺസിഡേർഡ് എ ത്രെറ്റ് ടു ഇൻഫർമേഷൻ സിസ്റ്റംസ്. കാരണം ഡേറ്റ ലോസ് ഉണ്ടാകാം, ഡൗൺ ടൈം ഉണ്ടാകാം. അപ്പോ ഇറ്റ് ഇസ് സ്റ്റിൽ കൺസിഡേർഡ് ആസ് എ ത്രെറ്റ് എന്നുള്ളത് തന്നെയാണ് ഡിസാസ്റ്റർ. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ഡിഫോൾട്ട് പാസ്വേഡ്. അപ്പോൾ അൺചേഞ്ച്, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആൻസർ കീയില്. അപ്പോൾ അൺചേഞ്ച് ഡിഫോൾട്ട് പാസ്വേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പുവർ സെക്യൂരിറ്റി പ്രാക്ടീസ് ആണ് ശരിക്കും അത്. പക്ഷേ ആ ഒരു പാസ്വേഡ് മാറ്റിയില്ല എന്നും പറഞ്ഞ് അതൊരു ത്രെറ്റ് ആകണം എന്ന് നിർബന്ധമില്ല. നമുക്കറിയാം, ഇപ്പൊ ഓർഗനൈസേഷൻസിലൊക്കെ നോക്കിയാൽ ഒരു ഡിഫോൾട്ട് പാസ്വേഡ് അവിടെ ഉണ്ടാക്കും. പലപ്പോഴും അവരതിന്റെ കൂടെ ഒരു ഹാഷും അല്ലെങ്കിൽ ഒരു @ സിമ്പിൾ ഒക്കെ ഇട്ട് ഏതെങ്കിലും ഒരു വേർഡ് അത് ഡിഫോൾട്ട് പാസ്വേഡ് ആയിട്ട് വെക്കും. ഒരു പക്ഷെ ഒരു വ്യക്തിക്ക് ആദ്യം ആക്സസ് കൊടുക്കുന്ന ആ ഒരു സമയത്താകാം, അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് ഒരു പുതിയ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ആ ഒരു ഡിഫോൾട്ട് പാസ്വേഡ് ആയിരിക്കാം. അപ്പൊ ഈ ഡിഫോൾട്ട് പാസ്വേഡ് സാധാരണഗതിയിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അറിയാൻ സാധ്യതയുള്ളത്. ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് വൾണറബിൾ ആണ്. ഒരു പാസ്വേഡ് അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്, എങ്കിലും വൾണറബിൾ ആണ്. ഇറ്റ് ഓപ്പൺസ് ഡോർ ടു ത്രെറ്റ്സ്. പക്ഷേ അത് ഒരു ത്രെറ്റ് അല്ല എന്ന് നമുക്ക് കണക്കാക്കാം. വൾണറബിൾ ആണ്, പക്ഷെ ഒരു ത്രെറ്റ് അല്ല. സോ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് അവിടെ തന്നിട്ടുള്ളത്. ഇനി ഇൻഫർമേഷൻ ലീക്കേജ് എന്ന് പറയുമ്പോഴോ അതൊരു ഡയറക്റ്റ് ത്രെറ്റ് തന്നെയാണ് ടു കോൺഫിഡൻഷ്യാലിറ്റി. ക്ലിയർ ആയിട്ട് ഒരു ത്രെറ്റ് തന്നെയാണ്. ഇനി ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറയുമ്പോഴെന്താണ്? ദാറ്റ് ഈസ് ദി ആക്ട് ഓഫ് ഇന്റർസെപ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്. അത് പെർമിഷൻ ഇല്ലാതെ ഇന്റർസെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വിത്തൗട്ട് പെർമിഷൻ ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണല്ലോ. അത് ഒരു എന്താ പറയേണ്ടത്, ഇറ്റ് ഇസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് എ ത്രെറ്റ് എന്നുള്ളതാണ്. അപ്പോ അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ഡിഫോൾട്ട് പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു ത്രെറ്റ് അല്ല, പക്ഷേ അത് വൾണറബിൾ ആണ്. എന്നാൽ അതൊരു ത്രെറ്റായി മാറാം എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണ്ടോളുക. അപ്പോൾ ഇവിടെയും നമുക്ക് വളരെ ഈസി ആയിട്ട് കൺഫ്യൂസ്ഡ് ആകാം ഓപ്ഷൻ എയും ബിയും തങ്ങളിൽ. ഡിസാസ്റ്റർ ഒരു പക്ഷേ എന്താ പറയേണ്ടത് ഒരു ത്രെറ്റ് ആകാം. അപ്പൊ ഇവിടെയും നമ്മൾ ഈ ഒരു വേർഡ് നോക്കുക.
വിച്ച് ഇസ് ദ ഫോളോയിങ് ഇസ് എ ത്രെറ്റ് ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ത്രെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഒരു പൊട്ടൻഷ്യൽ കോസ് ഓഫ് അൺവാണ്ടഡ് ഇൻസിഡന്റ് ആണ് ത്രെറ്റ് എന്ന് പറയുന്നത്. ഒരു അറ്റാക്കർ അല്ലെങ്കിൽ ഒരു മാൽവെയർ അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ത്രെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വൾണറബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതൊരു വീക്ക്നെസ് ആണ്, അവിടെ ഉള്ളൊരു പ്രശ്നമാണ്. അതിനെ വേണ്ടി വന്നാൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതെന്താ പറയേണ്ടത്, അതിനെ ഒരു ത്രെറ്റാക്കി മാറ്റാം എന്നുള്ളതാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ഡിഫോൾട്ട് പാസ്വേഡ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാം, ഒരു ഡിസാസ്റ്റർ, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എങ്ങനെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്ക് ഒരു ത്രെറ്റായി മാറുന്നു. യു ഗെറ്റ് ദ പോയിന്റ്, റൈറ്റ്? അപ്പോ ഈ വേർഡ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്പർ 12. Which of the following is a type of cyber attack? Phishing, SQL injections, password attack, or all of the above? നമുക്കറിയാം ഇതെല്ലാം സൈബർ അറ്റാക്സ് തന്നെയാണ് അല്ലെ. ഫിഷിംഗ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ്. SQL ഇൻജെക്ഷൻസ് കുറച്ചുകൂടെ ഹയർ ലെവലിൽ വരുന്നു. ആൻഡ് പാസ്വേഡിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്, അല്ലെ പാസ്വേഡ് ചോർത്തുക എന്നൊക്കെയുള്ളത്. എന്താണ് ഫിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക്? ദാറ്റ് ഇസ് എ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്. അത് എന്താ പറയേണ്ടത്, മെയിൻലി ക്രെഡൻഷ്യൽസ് മോഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫിഷിംഗ് ചെയ്യുന്നത്. ഇനി SQL ഇൻജെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡേറ്റാ ബേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. അത് പല തരത്തിലുള്ള ക്വയറീസ് ക്രിയേറ്റ് ചെയ്ത് എന്താ പറയേണ്ടത്, ഡേറ്റാ ബേസസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിക്ഷണറി അറ്റാക്സ് നടത്തുന്നു. ഓക്കെ, അപ്പോ ഓൾ ഓഫ് ദി അബവ് തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇതെല്ലാം എന്താ പറയേണ്ടത്, സൈബർ അറ്റാക്സ് തന്നെയാണ്. ദിസ് വാസ് ബേസിക്കലി ആൻ ഈസി ക്വസ്റ്റ്യൻ എന്ന് വേണം നമുക്ക് പറയാനായിട്ട്, അല്ലെ. നമ്മൾ ഒത്തിരിയധികം വായിക്കുന്നതും കേൾക്കുന്നതുമാണ് ഫിഷിങ്ങിനെ കുറിച്ചും, അതേപോലെ SQL ഇൻജെക്ഷൻസിനെ കുറിച്ചും, അതേപോലെ പാസ്വേഡ് അറ്റാക്സിനെ കുറിച്ചും. പ്രത്യേകിച്ചും സൈബർ വേൾഡില് വളരെ കോമൺ ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. Which of the following is the hacking approach where cyber criminals design fake websites or pages for tricking or gaining additional traffic? Okay, ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ്സ്, ഒത്തിരിയധികം വെബ്സൈറ്റ്സ് ഡെയിലി നമുക്ക് കാണാം അല്ലെ. എന്താ പറയേണ്ടത്, ബാങ്കുകളുടെ വെബ്സൈറ്റ്സ് ആകാം, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വെബ്സൈറ്റ്സ് ആകാം, നല്ല ഓർഗനൈസേഷൻസ് വെബ്സൈറ്റ്സ് ആകാം, ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ്സ്. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. സോ ഇസ് ഇറ്റ് ഫാമിംഗ് ഓർ വെബ്സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ, മിമിക്കിംഗ് ഓർ സ്പാമിംഗ്? എന്താണ് ഇതിന്റെ ആ ഒരു കറക്റ്റ് ആൻസർ ഇവിടെ? ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ഫാമിംഗ് ആണ് ഈ ഒരു ഹാക്കിംഗ് അപ്രോച്ച് വേ സൈബർ ക്രിമിനൽസ് ഡിസൈൻ ഫേക്ക് വെബ്സൈറ്റ്സ്. ഒരേപോലെ തോന്നിക്കുന്ന ആ വെബ്സൈറ്റ്സ് ആയിരിക്കും. അപ്പൊ ഫാമിംഗ് ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇറ്റ് റീഡയറക്ട്സ് യൂസേഴ്സ് ഫ്രം ലെജിറ്റിമേറ്റ് വെബ്സൈറ്റ്സ് ടു ഫ്രോഡുലന്റ് വൺസ്. അവിടെയും ക്രെഡൻഷ്യൽസ് മോഷ്ടിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഡേറ്റ മോഷണം നടത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അപ്പൊ ഒരു റീഡയറക്ഷൻ നടക്കുകയാണ് എന്താ പറയേണ്ടത്, ആ ഒരു ഫേക്ക് വെബ്സൈറ്റിലേക്ക്. പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ പറയാം, ഒന്നുകിൽ മാൽവെയർ ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ DNS പോയിസണിങ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുക അല്ലെ. ഇപ്പൊ വെബ്സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ, മിമിക്കിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ ഫാമിങ്ങിന്റെ സബ് പാർട്സ് ആണ്. പക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, ഒരു എന്താ പറയേണ്ടത്, ഫോർമൽ ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി ടേം അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഫാമിങ്ങിന്റെ ഭാഗമായിട്ട് വെബ്സൈറ്റ് ഡ്യൂപ്ലിക്കേഷനും മിമിക്കിങ്ങും ഒക്കെ ചെയ്യാം. ഇപ്പൊ സ്പാം, നമുക്ക് നമ്മുടെ ഇമെയിലിൽ തന്നെ ഒരു എന്താ പറയേണ്ടത്, Gmail എടുത്ത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു സ്പാം ഫോൾഡർ തന്നെ അവിടെ ഉണ്ടല്ലേ. അപ്പൊ സ്പാമിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും അത് അറ്റാക്സ് ത്രൂ ഇമെയിൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Right, let's move on to question number 14. 14 ഇതാണ്. A group of hackers who are both white and black hat. Okay, അപ്പോ white hat hackers, black hat hackers. അപ്പൊ യെല്ലോ ഹാറ്റ് ഹാക്കേഴ്സ് ആണോ, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആണോ, റെഡ് ഹാറ്റ് ഹാക്കേഴ്സ് ആണോ, വൈറ്റ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണോ? നമ്മുടെ ആൻസർ ഇവിടെ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ബിറ്റ്വീൻ എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ഹാക്കിംഗ്. അപ്പൊ എത്തിക്കൽ ഹാക്കിംഗ് ആണ് വൈറ്റ് ഹാറ്റ്, അൺഎത്തിക്കൽ ഹാക്കിംഗ് ആണ് ബ്ലാക്ക് ഹാറ്റ്
ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പോ അവര് ഒരു പക്ഷേ ഹാക്കിങ്ങിന് വേണ്ടിയിട്ട് അവര് അൺഎത്തിക്കലായി പോകാം, ദേ ബ്രേക്ക് ദ റൂൾസ്. പക്ഷെ ടിപ്പിക്കലി അവർക്ക് മലീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്കരമായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ഇന്റൻഷൻ കുറവായിരിക്കും. മറ്റ് കളർ ലേബിൾസ് ലൈക്ക് യെല്ലോ, റെഡ് എന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതൊന്നും ഈ ബിഹേവിയറിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ല. ഓക്കെ, റൈറ്റ്. സോ gray hat hackers, option B is the right answer here. Now moving on to question number 15. The process or mechanism used for converting ordinary plain text into garbled non-human readable text and vice versa. അത് മാൽവെയർ അനാലിസിസ് ആണോ, ഒരു കോൺസെപ്റ്റ് ആണ്, എന്ത് ഡെഫിനിഷൻ ആണ്, എക്സ്പ്ലോയിറ്റ് റൈറ്റിംഗ് ആണോ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണോ, ക്രിപ്റ്റോഗ്രാഫി ആണോ? Well, the correct answer is option D, cryptography. So, cryptography is the practice of encrypting and decrypting data. അപ്പൊ അതാണ് പ്രോസസ് ഓഫ് മെക്കാനിസം യൂസ് ഫോർ കൺവേർട്ടിംഗ് ഓർഡിനറി പ്ലെയിൻ ടെക്സ്റ്റ്. അത് ഒരു ഗാബിൾഡ് നോൺ ഹ്യൂമൻ റീഡബിൾ ടെക്സ്റ്റ് ആക്കി മാറ്റുകയും എന്നാൽ അതിനെ വായിക്കണമെങ്കിൽ വൈസ് വേഴ്സ ആക്ഷൻ തിരിച്ചു ചെയ്യുകയും വേണം, അല്ലെ? അപ്പോ നോർമലി നോക്ക്, നമ്മുടെ പാസ്വേഡ് എൻക്രിപ്ഷൻ, ഇപ്പൊ ചില ബാങ്കിങ്ങിന്റെ ഒക്കെ വെബ്സൈറ്റ്സിലാണെങ്കിൽ നമ്മുടെ പാസ്വേഡ് നമ്മൾ എൻട്രി ചെയ്യുന്ന ടൈമിൽ തന്നെ ഇറ്റ് ഇസ് ഓൾറെഡി എൻക്രിപ്റ്റഡ് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വൈ യു ഡോണ്ട് സീ ദി ആൽഫബറ്റ് ഔട്ട് ദെയർ. അപ്പോ ദാറ്റ് ഇസ് കോൾഡ് ക്രിപ്റ്റോഗ്രാഫി. ആൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്യുകയാണ് ഇൻ ടു ചിപ്പർ ടെക്സ്റ്റ്, അല്ലെ? അപ്പൊ ചിപ്പർ ടെക്സ്റ്റ് ആക്കി മാറ്റുമ്പോഴത്തേക്ക് എഗെയിൻ ഇറ്റ് ബിക്കംസ് അൺറീഡബിൾ വിത്തൗട്ട് എ കീ. ഒരു കീ ഇല്ലാതെ അത് വായിക്കാനായിട്ട് കഴിയില്ല. ആൻഡ് എന്താ പറയേണ്ടത്, ഡീക്രിപ്ഷന്റെ ആ ഒരു റിവേഴ്സ് പ്രോസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എൻക്രിപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് വൺ മോർ ക്വസ്റ്റ്യൻ ഹിയർ. Hash passwords are the next level of security. BIOS, CMOS, SMOS, BOIS. നാല് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓപ്ഷൻ എ BIOS is the correct answer. അപ്പൊ എന്താണ് ഈ BIOS പാസ്വേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ഇൻപുട്ട് സ്ലാഷ് ഔട്ട്പുട്ട് സിസ്റ്റം, അതാണ് BIOS. അപ്പൊ BIOS പാസ്വേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറെ കൂടെ എന്താ പറയേണ്ടത്, ആക്സസ് റിസ്ട്രിക്ട് ചെയ്യുക ടു ദ സിസ്റ്റം സെറ്റിംഗ്സ് ആൻഡ് ബൂട്ടിംഗ്. അപ്പൊ സിസ്റ്റം സെറ്റിംഗ്സും ബൂട്ടിങ്ങിലേക്ക് എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ സിസ്റ്റം സെറ്റിംഗ്സിന് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോറി, യു കനോട്ട് ആക്സസ് സിസ്റ്റം സെറ്റിംഗ്സ് ആൻഡ് ബൂട്ടിംഗ് ഈ BIOS പാസ്വേഡ് ആകുമ്പോഴത്തേക്ക്. അതാണ് അതിനകത്ത് വരേണ്ടത്. ഓക്കെ, ദീസ് പാസ്വേഡ്സ് ഇത് ആ ഒരു ഫേംവെയർ ലെവൽ സെക്യൂരിറ്റി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അതിനെ ആ ഒരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ ആഫ്റ്റർ OS ലെവൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് പ്രിവെന്റ് ചെയ്യുക ബിഫോർ ദ OS ഈവൻ ലോഡ്സ്. ആ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് പോലും മുന്നേ തന്നെ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് അവിടെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി CMOS പാസ്വേഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഇറ്റ് ഇസ് എന്താ പറയേണ്ടത്, അത് ഇൻഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്റർചേഞ്ചബിളി ദാറ്റ് ഇസ് യൂസ്ഡ് വിത്ത് BIOS പാസ്വേഡ്. പക്ഷെ ടെക്നിക്കലി പാസ്വേഡ്സ് ആർ സ്റ്റോർഡ് ഇൻ CMOS. അതിനെ CMOS പാസ്വേഡ് എന്നല്ല വിളിക്കുന്നത്, പാസ്വേഡ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് CMOSലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഏറ്റവും ആക്സെപ്റ്റബിൾ, വൈഡ് ആയിട്ട് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് BIOS പാസ്വേഡ് എന്ന് തന്നെയാണ്, CMOS പാസ്വേഡ് എന്നല്ല. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ ഫോർ us. ഓക്കെ, സോ ഇപ്പൊ 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വി വിൽ ഡിസ്കസ് ദ റെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. ബിഫോർ ഐ വൈൻഡ് അപ്പ്, ഐ വുഡ് ലൈക്ക് ടു ലെറ്റ് യു നോ, നമ്മൾ ഇതിന്റെ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പൊസിഷനിലേക്കുള്ള. അപ്പോൾ എല്ലാ സബ്ജക്ട്സും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അത് എല്ലാ ടോപ്പിക്സും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉണ്ടാകും.
ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് അതിന്റെ ആൻസർ കീ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ആഴ്ചതോറും നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സിന്റെ ആ ഒരു എക്സാം നമ്മൾ അതായത് വീക്കെൻഡിൽ നമ്മൾ കണ്ടക്ട് ചെയ്യും. ആൻഡ് സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു റിവിഷൻ സമയത്ത് നമ്മൾ മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യും. ഒരു 12 to 15 മോഡൽ എക്സാംസ് എങ്കിലും നമ്മൾ ഇതിന് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പോവുക. ഡെഫിനിഷൻസ് ആർ റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ടേംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു എക്സാം കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ആ ഒരു നോട്ട്സും ക്ലാസ്സസും ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പും ഉണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നതിനുള്ള ആ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. Alright, so thank you very much once again for watching this lesson and see you in the next class. Wish you all the very best and have a great day ahead.